വാസുവിനെ ഞാൻ കേട്ടത് സ്കൂള് പുറമ്പോക്കലാന്ന്. അതാ അതെനിക്കും അറിയാവുന്ന. അത് ഷാജി പാപ്പൻ എന്റെ അടുത്ത് പറഞ്ഞതായിരുന്നു ആ കഥകളൊക്കെ. അതൊക്കെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തതാണ്. എപി പാപ്പന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. അല്ല ഇത്രയും പൈസ കിട്ടില്ലല്ലോ. കണ്ട ഇങ്ങേർക്ക് പോലും ഞാൻ പൈസ കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ്? ഞാൻ ഇപ്പോഴും കടബാധ്യതയിലാണ്. കണ്ടല്ലോ ഇപ്പൊ തെളിവെന്നാ. ഇതൊന്നും കടമല്ല, ഇതൊക്കെ നീ മേടിച്ച് പറ്റിച്ചിട്ട് പോയ കാര്യങ്ങളാണ്. മനസ്സിലായ? ഞാൻ കൊടുക്കാനുള്ള കാശാണ് മിസ്റ്റർ ഫെരുദ്വാസു. എനിക്കൊരു കേസ് കൊടുക്കാൻ എല്ലാം കൂടെ എത്ര കോടി ഉണ്ട് കൊടുക്കാൻ പറ? എപി പാപ്പിന് എത്ര തരാനുണ്ട്? ഞാന് 1000. ഷാജി പാപ്പിന് കൊടുക്കാൻ 1500 കോടി. ആ സ്കൂള് പണിഞ്ഞേന്റെ അപ്പൊ എത്ര? 2500 കോടിയായി. സ്കൂള് പണിതാകെ 200 കോടി എന്തേ ഉള്ളു. അല്ല 2500 കോടി പല തവണയായിട്ട് അതിനകത്ത് മെയിൻ്റെനൻസ് ഉൾപ്പെടെ ഇന്ന് അവർക്കൊപ്പോ അടിച്ച് തിരിക്കേ തന്നെ. ഹലോ, ഞാൻ ഈ സ്കൂള് പണിയുന്ന സമയത്ത് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് ഒന്ന് ചോദിച്ചതുപോലെ നീ എങ്ങനെയാ ഇത് പണിയുന്നത്, നിന്റെ കാശുണ്ടോ ചോദിച്ചിട്ടുണ്ടോ? വാസന ചോദിച്ചിട്ടുണ്ടോ? എന്റെ പേരിലൊരു ശകടം പണിത് റോഡിൽ വെക്കുമ്പോഴാണ് നീ സ്കൂള് പണിയുന്നുണ്ടെന്ന് പോലും ഞാൻ അറിഞ്ഞത്. നീ ആദ്യം ശകടം പണിത് വെച്ചിട്ടല്ലേ ഞാൻ ഇത് അറിഞ്ഞത്. മര്യാദക്ക് സ്കൂള് പണിയാൻ പൈസ ചോദിച്ചിട്ട് ഞാൻ തന്നേനല്ലോ. ഞാൻ ആ ശകടം പണിഞ്ഞ് എന്തിനാന്നറിയാം? നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ട്. നിങ്ങൾ വരുമ്പോ ആ സ്കൂള് എന്റെയും നിങ്ങളുടെയും കൂടെ പേരിലാണ് സർപ്രൈസ് തരാം. അപ്പൊ നിങ്ങൾ വന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ ഏതോ ഒരുത്തിന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന് അല്ലേ? ഇതൊക്കെ ഞാൻ കേക്കണം. അല്ലെങ്കിലും അല്ലല്ല മീനുട്ടി കാർ ഇങ്ങോട്ട് പറഞ്ഞു ഇവിടെ പോയി. ഇല്ല, വളഞ്ഞു പോയി. ഇനി എന്നെ കേസിൽ നിന്ന് പ്ലീസ്. ഇപ്പൊ തൽക്കാലം നമുക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമായില്ലേ? നീ പീഡി തന്നെ ഏൽപ്പിച്ചേക്കാം. വാ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചത്. ബാക്കി കൂടെ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും? നിങ്ങൾ എന്നെ തേച്ചിട്ട് പോയപ്പോഴും ഞാൻ പീഡി വന്ന് കേസ് കൊടുത്തോ? ഇല്ല. ഞാൻ കൊടുത്തോ കേസ്? ഞാൻ അങ്ങനെ ഒരു കേസ് കൊടുത്തിരുന്നു. എനിക്കറിയാം ഞാൻ ഈ 16 വർഷം ഈ കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വന്നതിന് എനിക്ക് ന്യായം കിട്ടാൻ വേണ്ടി, നീതി കിട്ടാൻ വേണ്ടി. അറിയോ നിങ്ങൾക്ക്? ആള് മാറ്റി ഇതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കേസ് കൊടുത്തില്ല. പിന്നെ നിങ്ങളോടുള്ള സ്നേഹം മാത്രം. എനിക്ക് അങ്ങോട്ട് ഇംപ്രസ് ആയില്ല. വണ്ടി തിരി ഇംപ്രസ് ആക്കാം. ഞാനൊരു കാര്യം അത് എനിക്കുള്ളായിരുന്നു. ചന്ദ്രനൊക്കെ ഇത് അതോടെ വെച്ചേ. ഹലോ എക്സ്ക്യൂസ് മീ. പറ കേക്കാം. ഒരു പ്രശ്നമില്ല. നിങ്ങൾ എന്നെ ആലോചിക്കുന്നത് ഞാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും നിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ടോ? ദ്രോഹം മാത്രമേ എനിക്ക് ചെയ്തിട്ടുള്ളൂ. എന്ത് ദ്രോഹമാണ് നിങ്ങൾ ചെയ്തത്? ഞാൻ പറയാം. എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിലുള്ള വിഷമം എന്താന്ന് പറയാം. എനിക്ക് സ്നേഹം വേണ്ടുന്ന സമയത്ത് കിട്ടിയിട്ടില്ല. സ്നേഹം വേണ്ട സമയത്ത് ഞാൻ വന്നിട്ട് ഏട്ടായി എന്നൊക്കെ വിളിക്കുമ്പോ നിങ്ങൾ എന്തോ എന്റെ അടുത്ത് പറഞ്ഞോണ്ടിരുന്നത്? എന്ത് പറഞ്ഞോണ്ടിരുന്നത്? അതെനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ടല്ലേ അങ്ങോട്ട് ചോദിച്ചു. അതാലേ ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞോണ്ടിരുന്നത്. നിങ്ങൾ തിരിച്ചെന്നോട് എനിക്ക് ഒരു സെക്കൻഡ് സമയം തരണേ. എനിക്ക് ഇനി ഒരു പരുന്തുവാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതോടുകൂടി കഴിഞ്ഞു. പുള്ളി തീർന്നു. ഇത് കൊള്ളായ ഡ്രസ്. ഇത് എന്താ എന്റെ തലയില്? കൊച്ചിയിലെ ബെസ്റ്റ് ബർഗറാണ് ഞാൻ മേടിച്ചത്. പറഞ്ഞോ. ഹലോ ഇതാരുടെ ഫോൺ അടിക്കണം അനാവശ്യമായിട്ട്? ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു തരണം?
വാസന നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല. നിങ്ങളുടെ സ്നേഹം ഞാൻ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഇപ്പോഴും ഒരാളെ വേറൊരു ചെറുക്കനെ നോക്കാൻ പോലും തോന്നത്തില്ല. ആ അവസ്ഥയിലായി പോയി ഞാൻ. പ്രായമായി അത് ആത്മാർത്ഥമായി സ്നേഹിച്ചവർക്ക് മാത്രമേ ആ ഫീലിങ്സ് വരത്തുള്ളൂ. മനസ്സിലായ? മാർക്കറ്റിൽ ഔട്ട് ആയതുകൊണ്ടല്ല. മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആകുന്നില്ല. അതിന് വേണ്ടി ഞാൻ പലതും ചെയ്തോളാം. അതൊന്നും അല്ല. എനിക്ക് ഒരു അടുത്ത ഒരാളെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഇതൊരു കുറെ വർഷങ്ങൾ എടുത്ത് എന്റെ മൈൻഡിൽ നിന്ന് പോകണം. അത്രക്കായിരുന്നു ഇതെനിക്ക്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങള്. ഇനി കേസ് അപ്പൊ ഇത്രയൊക്കെ റിക്വസ്റ്റ് ചെയ്തല്ലേ? 500 കോടി കെട്ടി വെക്കേണ്ടി വരും വാസവന്. ആ സൂര്യയുടെ കാരണം 150 കോടി തരണമെങ്കിൽ ഇനി ഞാൻ കിടന്ന് പട്ടിപ്പണി എടുക്കണം ഇവിടെ. തൽക്കാലം വിടുന്നതായിരിക്കും അപ്പൊ എന്തുകൊണ്ട് നല്ലതായിരിക്കും. ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം കൊണ്ടും അതായിരിക്കും നമുക്ക് നല്ലത്. കുഴപ്പമില്ല. എന്തോ മിസ്റ്റർ പരന്തുവാസൊക്കെ ആയി. കുഴപ്പമില്ല. തൽക്കാലം ഞാൻ വിട്ട് കളയാ. ഇല്ല ഞാൻ എന്തായാലും ഇവിടെ വിടാം. എന്താ പറഞ്ഞേ? അത് വയസ്സായതിന്റെ കഴുകി. നിങ്ങള് പുതിയ ഗേൾഫ്രണ്ട് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിച്ചു? ഇല്ല അതിനെപ്പറ്റി ഇവിടെ സംസാരിക്കണ്ട. അതിനെപ്പറ്റി ഇപ്പൊ സംസാരിക്കേണ്ട ആവശ്യമില്ല. നമ്മള് നിങ്ങൾ കേസ് സോൾവ് ചെയ്താൽ മതി. കേസ് സോൾവ് ചെയ്താൽ തൽക്കാലം അതിനെപ്പറ്റി ഇപ്പൊ സംസാരിക്കേണ്ട ആവശ്യമില്ല. റൊമാൻറ്റിക് ആയിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളും അവളുമായിട്ട് ഞാൻ കണ്ടു കഴിഞ്ഞു. ബാക്കിയാ സെറ്റ് ചെയ്തോളാം. ഇല്ല നിങ്ങൾ റൊമാൻറ്റിക് ആയിട്ടുള്ള ഗേൾഫ്രണ്ട് ആയിട്ട് നിങ്ങൾ പോയിക്കോളൂ. നിങ്ങൾ നല്ല റൊമാൻറ്റിക് ആണ് ആ കുട്ടിയായിട്ട്. നിങ്ങൾ നല്ല ചേർച്ചയുണ്ട് കേട്ടോ. ഉഴുത്തോടെ ദൈവമേ. നല്ല കപ്പിളായിരിക്കും. ബെസ്റ്റ് കപ്പിളായിരിക്കും കേട്ടോ. നിങ്ങൾ ഞാൻ പറയേണ്ടവരടുത്തൊക്കെ പറഞ്ഞോളാം കേട്ടോ. പോയിട്ടോ. ശരി വിളിക്കുന്നു കാര്യമായിട്ട് പറഞ്ഞു. തമാശല്ല. ഇപ്പൊ ചെല ഞാൻ വരാം. ആ കഴിഞ്ഞു. ഇറങ്ങ സിറ്റി ഇറങ്ങാം. എന്തായാലും സിറ്റുവേഷൻ ഉണ്ടായിരുന്നേ വല്ല അടിയെങ്കിലും എടുക്കായിരുന്നു. അണ്ണന് ബീഫ് ഇഷ്ടമാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നിന്നോട് ബിരിയാണി മേടിക്കാനല്ലേ പറഞ്ഞു. ബിരിയാണി സെപ്പറേറ്റ് മേടിക്കും. ഒരു ബർഗർ 1000 രൂപ എന്ന് പറയുമ്പോ എന്താ വിലയല്ലേ? ഒരു ബർഗറിന് 1000 രൂപയാ? കാർഡ് കൊടുത്തിട്ട് എന്ത് വേണേ മേടിച്ചോളാൻ പറഞ്ഞപ്പോ ഇവൻ സ്വർണ്ണത്തിലുണ്ടാക്കിയ ബർഗറാ. അണ്ണ ഇങ്ങനല്ലേ പറഞ്ഞത്? വെള്ളം തൊട്ട് പൊട്ട് വരെ എന്ത് വാങ്ങിച്ചോ അത്രയ്ക്ക് സമ്പാദിച്ചിട്ടുണ്ടല്ലേ അണ്ണ കയറ്റി വിട്ടത്. മെസ്സേജാ ട്രീയൊക്കെ ഇത്ര ഉണ്ട് കേട്ടോ. വിളിക്കാൻ പറ്റിപ്പോയി. ഇത് കഴിച്ചു വിഷാണ്. എങ്ങനെ 1000 രൂപ കിട്ടിയ വിളിച്ചില്ലേ? അത്രേ ഉള്ളടാ. നീയെങ്കിലും ഉണ്ടല്ലോടാ എനിക്ക്. ആരെങ്കിലും ഉണ്ടായിരുന്നല്ലേ? എടാ അതല്ല സിറ്റുവേഷൻ എടുക്കണ്ട. ഇപ്പോഴത്തെ ഇത് കഴിയട്ടെ. ഈ സിറ്റുവേഷൻ നോക്കിക്കോളാം. ഞാൻ ഉപയോഗിക്കുന്ന ഒരു തൈലമുണ്ട്, വേണമെങ്കിൽ പറഞ്ഞുതരാം ഏതാന്ന്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഒരു മിനിറ്റ്. ദർശനം
പ്രശ്നമല്ലേ ഇപ്പൊ തനിക്കടി കിട്ടും. ഹലോ ഹലോ ദർശന. ഓ അണ്ണ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എവിടെ ഉണ്ട് ദർശന? ഞാൻ മുതുക്കിലുണ്ട്. ആണോ? അയ്യോ അന്ന് പോയതാണ്, പിന്നെ ഒരു വിവരം ഇല്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നല്ലോ. ഇല്ലില്ല, കഴിഞ്ഞ ദിവസം ഇവിടെ സിറ്റിയിലോട്ട് വന്നില്ലായിരുന്നു. ചെറിയ മറ്റേ അണ്ടി ഫാക്ടറിയുടെ പരിപാടി പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുവായിരുന്നേ. ആ ഞാൻ ഓർക്കും, ഞാൻ കുറച്ച് മെസ്സേജ് ഒക്കെ ഇട്ട് അവൻ നോക്കില്ല, അപ്പൊ ഞാൻ തന്ന ഇനി ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് ഞാൻ വിചാരിച്ചു. വേറെ കൂടല്ല ദർശന, കുറച്ച് തിരക്കിലായിരുന്നു ഞാൻ. ബിസിനസ് ഗ്യാങ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നോണ്ടാണ്. ഞാൻ എന്തായാലും ദർശന അടുത്ത് ഇന്ന് ഞാൻ കുറച്ച് തിരക്കിലായി പോയി, അതുകൊണ്ടാണ് ദർശന വരാൻ ലേറ്റ് ആയി. എന്നും ഈ സമയത്ത് ഒക്കെ ആവുമ്പോഴാണോ വരുന്നത്? 12 മണി? അല്ല, ഞാൻ ഇന്ന് ഇച്ചിരി ലേറ്റ് ആയി പോയി. ആണല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ വിളിക്കാം. ഞാൻ ലൈവ് നിർത്തുന്നു. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ RP. ഇന്ന് ഇവിടെ സകലമാന വാണങ്ങളും ഇവിടെ വന്ന് നിപ്പുണ്ട്. ബോബോയ് നിന്റെ അല്ല, നിന്റെ കണ്ണാപ്പി ബോബോയ് ഒക്കെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ കണ്ണാപ്പി ബോബോയ് ഒക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഇന്നിവിടെ സമാധാനം ഉണ്ടാവില്ല. കുറച്ച് സൈഡിലോട്ട് മാറിയിരിക്കുക. അപ്പൊ എനിക്ക് അതിന്റെ സമാധാനം ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ നിർത്തുക. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ RP ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഹായ് ഹായ് ഹായ്. നാളെ തൊട്ട് മറ്റേ നമ്മള് അത് RP കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് RP കണ്ടിന്യൂ ചെയ്യാം. കുഴപ്പമില്ല, അത് കണ്ടിന്യൂ ചെയ്യാം, പ്രശ്നമില്ല. അതെ 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 അതെ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ RP ഇഷ്ടപ്പെട്ടു. കുറച്ച് നേരം 2 മണിക്കൂറായില്ലേ? 2 മണിക്കൂറൊക്കെ മതി. പിന്നെ നാളെ ലൈവ് ഉണ്ടാവില്ല കേട്ടോ. നാളെ ലൈവ് ഉണ്ടല്ലോ. മറ്റന്നാ വരും. നാളെ ഒരു ചെറിയ പരിപാടി ഉണ്ട്, ഒരു കോൺസെർട്ട് ഉണ്ട് പെരുമ്പാവൂര് വെച്ചിട്ട്. എനിക്കൊരു പീസ് സെറ്റ് ആക്കി തരാൻ പറയുക, ഞാൻ ശരിയാക്കി എടുത്തേനെ. അതെ, ഉടനെ PC സെറ്റാക്കുന്നുണ്ട്, എല്ലാം സെറ്റാക്കുന്നുണ്ട്. വീട്ടിലെ ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അപ്പം ഞങ്ങളൊരു 2-3 ദിവസം കഴിഞ്ഞാൽ വീട്ടിലോട്ട് പോകും. ഇനി കുറച്ച് ദിവസം സ്ട്രീം ഹെവനിൽ നിന്നായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇന്നത്തെ ലൈവ് ഞാൻ അങ്ങോട്ട് എൻഡ് ചെയ്യും. മറ്റേ ഇവനല്ലേ, എലിയുടെ എടുത്തു വളർത്തിയ അച്ഛൻ